നമസ്കാരം. പശ്ചിമ ബംഗാൾ ഇലക്ഷൻ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു വാചകം കൊണ്ട് നമുക്ക് തുടങ്ങാം. മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ഇത്തവണ മത്സരിക്കാനുള്ളത് പശ്ചിമ ബംഗാളിൽ മാത്രമാണ്. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം അസം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, കേരളം ഞങ്ങളുടെ പരിഗണനയിൽ രണ്ടാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിലെ വിജയം അത്രയും വിലപ്പെട്ടതാണ്. പശ്ചിമ ബംഗാളിൽ മാത്രമല്ല, ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കുമൊക്കെ പശ്ചിമ ബംഗാളിന്റെ വിജയം BJPക്ക് അത്രത്തോളം പ്രധാനമാണ്. അത് ഏറ്റവും ശക്തമായി അവർ തിരിച്ചറിഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച മണ്ഡല പുനർനിർണയ ബില്ലും സ്ത്രീ സംവരണ ബില്ലിനും ഒപ്പമാണ്. അവിടെയുണ്ടായ പരാജയം തീർച്ചയായും BJPയെ ചെറുതായൊന്നുമല്ല ഉലച്ചത്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ വിജയം അവർ 100% പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആദ്യഘട്ടത്തിൽ നടന്ന 152 സീറ്റുകളിലേക്കുള്ള ഇലക്ഷനിൽ ഏകദേശം BJP പിടിമുറുക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. കാരണം മറ്റൊന്നുമല്ല, BJPക്ക് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പോളിംഗ് നടന്നത്. ഈ ആദ്യ റീച്ചിൽ കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഇലക്ഷൻ. അതിൽ നാളെ പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട ഇലക്ഷനോടുകൂടി ഇലക്ഷൻ കാര്യങ്ങൾ പൂർത്തിയാവുകയാണ്. തിങ്കളാഴ്ച ഫലമറിയാം. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്രസേനയെ വിന്യസിച്ചതുകൊണ്ടും ഇലക്ഷൻ കമ്മീഷന്റെ കടും പിടുത്തം കൊണ്ടും അക്രമമില്ലാത്ത സമാധാനപരമായ ഇലക്ഷനാണ് നടന്നത്. 3.25 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി. വളരെ സമാധാനപരമായി നടന്ന ഇലക്ഷൻ BJPക്ക് മുൻതൂക്കം നൽകുന്നത് തന്നെ എന്ന് BJP കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. ശക്തമായ പോളിംഗ് ആയിരുന്നു ഒന്നാം ഘട്ടത്തിൽ. 93%. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനമാണ്. 2.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്രസേന BSF ഉദ്യോഗസ്ഥർ ശക്തമായ നിലപാടെടുത്തതോടുകൂടി ഒരുവിധം സമാധാനപരവും അതുപോലെ തന്നെ പക്ഷപാതരഹിതവുമായിരുന്നു വോട്ടിംഗ്. BJP വലിയ വിജയപ്രതീക്ഷയാണ് ഒന്നാം ഘട്ടത്തിൽ പുലർത്തുന്നത്. SIR ഒക്കെ ഒന്നാം ഘട്ടത്തിലെ പോളിംഗിൽ BJPക്ക് വളരെ വലിയ ഗുണം ചെയ്തു. കാരണം നാട്ടിലില്ലാത്തവരും മരിച്ചവരും വിദേശത്ത് പോയവരും കുടിയേറിയവരുമായ വോട്ടർമാരെ സമ്പൂർണമായി നീക്കുന്നതിന് BJPക്ക് SIRലൂടെ ഒരു പരിധിവരെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിജയം BJP ഉറപ്പിക്കുന്നു. കേന്ദ്രസേന ദിവസങ്ങളോളം ഗ്രാമങ്ങളിൽ കയറിയിറങ്ങി പക്ഷപാതരഹിതമായി ഭയരഹിതമായി വോട്ട് ചെയ്യാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. അത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്നതിന് സഹായിച്ചു. മറ്റു പല കാരണങ്ങളും അതിനുണ്ടാകാം. എങ്കിലും പ്രധാന കാരണം ഭയരഹിതമായി ജനങ്ങൾക്ക് വോട്ടിംഗ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ്. മുൻപൊക്കെ 35 വർഷത്തോളം നടന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ അക്രമവും ഗുണ്ടായിസവും കൊണ്ട് വോട്ട് നടന്നു. ദീദി ഭരണം ഏറ്റെടുത്തപ്പോൾ അതേ മാർഗം തന്നെയായിരുന്നു ദീദിയുടെ വോട്ടിങ്ങിലും. അത് ജനങ്ങൾക്ക് ഭീതി വളരാൻ കാരണമാവുകയും ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണമാവുകയും ചെയ്തു. എന്നാൽ ഇത്തവണ SIRും ഭയരഹിതമായി വോട്ട് ചെയ്യുന്നതിനുള്ള ബലവും കിട്ടിയപ്പോൾ സാധാരണ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തി. ഇനി രണ്ടാം ഘട്ടം 142 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ മോദി ദീദി ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. കാരണം ഒന്നാം ഘട്ടത്തിൽ 100 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടത്തിൽ 45 സീറ്റുകളെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 45 മുതൽ 50 വരെ സീറ്റുകൾ നേടിയാൽ മാത്രമേ ഭരണത്തിലേക്ക് എത്തുന്നതിന് BJPക്ക് കഴിയൂ. അതുപോലെ തന്നെ ദീദിക്കും വളരെ പ്രധാനമാണ് രണ്ടാം ഘട്ടം. ആദ്യഘട്ടത്തിൽ 50 സീറ്റുകൾ മാത്രമാണ് ദീദി തന്നെ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഈ വരുന്ന ഇലക്ഷനിൽ 142 സീറ്റിൽ 100 സീറ്റ് ദീദിയും പ്രതീക്ഷിക്കുന്നു. ആ 100 സീറ്റ് കിട്ടിയാൽ മാത്രമേ ദീദിക്ക് ഭരണത്തിൽ തുടരാൻ കഴിയൂ. ഒന്നാം ഘട്ടം വളരെ സമാധാനപരമായാണ് നടന്നത്. എന്നാൽ മോദി ദീദി പോരാട്ടത്തിന്റെ ഈ രണ്ടാം ഘട്ടം വ്യാപകമായ ആക്രമണങ്ങൾ അരങ്ങേറുകയാണ്. അവിടെയൊക്കെ കേന്ദ്രസേനയുടെ ശക്തമായ സാന്നിധ്യവും വരുന്നുണ്ട്. പലയിടത്തും ശക്തമായ ആക്രമണങ്ങൾ സ്ഥാനാർത്ഥികളുടെ നേരെ പോലും ഉണ്ടാകുന്നുണ്ട്. ഇത് ദീദി സ്വയം തോൽവി ഉറപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണമാണെന്ന് BJP വൃത്തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്
നോർത്ത് 24 ഫർഗാന ജില്ലയിലാണ്. കാരണം SIR മുഖേന ഏറ്റവും വോട്ടേഴ്സ് ഒഴിവാകേണ്ടി വന്നതും അവിടെ തന്നെയാണ്. ഒരുപാട് പേർക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ധാരാളം പേരുടെ വോട്ടുകൾ മാറ്റപ്പെട്ടു. അതിന്റെ ദേഷ്യവും കൂടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണവും കൂടി ആയപ്പോൾ അവിടെ സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. കേന്ദ്രസേനകൾ കൂടുതലും 24 ഫർഗാന ജില്ലയിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. നാളത്തെ ഇലക്ഷനിലെ 142 സീറ്റുകൾ മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസിന് വളരെ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ ഇലക്ഷന് അവിടെ BJPക്ക് ലഭിച്ചത് വെറും 19 സീറ്റാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 100 സീറ്റ് BJP പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ രണ്ടാം ഘട്ടത്തിൽ 50 സീറ്റെങ്കിലും നേടേണ്ടത് BJPയുടെ ആവശ്യമാണ്. 19 നിന്നാണ് 50ലേക്ക് ഉയരേണ്ടത്. പക്ഷേ BJP അവിടെ 50ൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. SIR തന്നെയാണ് പ്രധാന കാരണം. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത മുസ്ലിങ്ങളായ ധാരാളം ആളുകളെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അയക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് നീക്കാൻ കഴിയുകയോ ചെയ്തു SIRലൂടെ BJPക്ക്. അതുകൊണ്ട് തന്നെ BJP രണ്ടാം ഘട്ടത്തിൽ വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഭവാനിപ്പുറം രണ്ടാം ഘട്ട ഇലക്ഷന്റെ പരിധിയിൽ വരുന്നുണ്ട്. സുവേന്ദു അധികാരി അടുത്ത കാലം വരെ മമതയുടെ വിശ്വസ്തനായിരുന്നു. ഇപ്പോൾ മമതയുടെ ശക്തനായ എതിരാളി പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ പ്രാവശ്യം സുവേന്ദു അധികാരിയെ തോൽപ്പിക്കാൻ മമത സുവേന്ദു അധികാരി മത്സരിച്ച നന്ദിഗ്രാമിൽ ചെന്ന് മത്സരിച്ചു. അപ്പോൾ മമതയ്ക്ക് തോൽക്കേണ്ടി വന്നു സുവേന്ദു അധികാരിയോട്. മറ്റൊരു MLA രാജിവെപ്പിച്ച് അവിടെ വീണ്ടും മത്സരിച്ചാണ് മമത മുഖ്യമന്ത്രിയായി മാറിയത്. ഇപ്പോൾ അതിന് പകരം വീട്ടാൻ സുവേന്ദു അധികാരി മമത മത്സരിക്കുന്ന ഭവാനിപ്പൂരിൽ ചെന്ന് നേരിട്ട് മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് വളരെ ശക്തമാണ്, പ്രചരണം വളരെ ശക്തമാണ്, നിർണായകമാണ്. രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ മേഖലയാണ്, മുസ്ലിം സ്വാധീന പ്രദേശങ്ങളാണ്. മുസ്ലിം വോട്ടുകൾ യഥാർത്ഥത്തിൽ മുൻപ് CPMനും ഇപ്പോൾ മമതയ്ക്കും അവകാശപ്പെട്ടതാണ്. ആ രീതിയിലായിരുന്നു അവരുടെ രാഷ്ട്രീയം. ഇത്തവണ BJPയുടെ വിജയത്തിന് അടിസ്ഥാനമെന്ന രീതിയിൽ BJP കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ പ്രധാനം മുസ്ലിം വോട്ടുകളുടെ വിഭജനമാണ്. അസ്ഹറുദ്ദീൻ OWൈസിയുടെ പാർട്ടി മത്സര രംഗത്തുണ്ട്. പിന്നെയോ മമതയുടെ വിശ്വസ്തനായിരുന്ന ഹുമയൂൺ കബീർ ആം ജനത ഉന്നയൻ പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കി മത്സര രംഗത്തുണ്ട്. കൂടാതെ നൌഷാദ് സിദ്ദീഖിയുടെ ഇന്ത്യൻ സെക്കുലർ പാർട്ടിയും മത്സര രംഗത്തുണ്ട്. ഇങ്ങനെ 3 നേതാക്കൾ ഭിന്നിച്ചു നിൽക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെടുന്നുണ്ട്. ഇതുവരെ മുസ്ലിം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെതായിരുന്നു. അങ്ങനെ മുസ്ലിം വോട്ടുകൾ 3ഓ 4ഓ ആയി വിഭജിക്കുന്നത് കൊണ്ട് വിജയം പ്രതീക്ഷിക്കുന്നതാണ് BJP. കൂടാതെ SIRലൂടെ ഒഴിവാക്കപ്പെട്ട ഏകദേശം 1 കോടിയോളം വോട്ടുകൾ BJPയുടെ വിജയത്തിന് ബേസ് ആകുമെന്ന് തന്നെ BJP കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. ഇതുകൂടാതെ എപ്പോഴും മമതയുടെ വോട്ട് ബാങ്കുകളായിരുന്നു സ്ത്രീകൾ. 500 രൂപ, തുടർന്ന് 1000 രൂപ, പിന്നെ 1500 രൂപ എന്നീ ക്രമത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചിരുന്നു സ്ത്രീകളുടേത്. എന്നാൽ കന്യാശ്രീ, രൂപശ്രീ പദ്ധതികളിലൂടെ BJP ഇതിനെല്ലാം തടയിടാൻ നോക്കുകയാണ്. മാത്രവുമല്ല, സ്ത്രീകൾക്ക് 3000 രൂപ പെൻഷൻ എന്ന വാഗ്ദാനമാണ് BJP നൽകുന്നത്. കൂടാതെ നമോ ഡ്രോൺ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വനിതകൾക്ക് തൊഴിൽ പഠിപ്പിക്കുന്നതിന്, അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന വാഗ്ദാനവും BJP നൽകുന്നുണ്ട്. ഇതൊക്കെ സ്ത്രീകളുടെ വോട്ട് BJPയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ്. അടുത്ത ദിവസം നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി. മെയ് 4-ന് ശേഷം ഒരു വരവ് കൂടി വരും BJP സർക്കാരിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ. എന്നാൽ അങ്ങനെ ബംഗാളിനെ വിഭജിച്ച് കളയാമെന്ന് ആരും കരുതണ്ട എന്ന രീതിയിൽ മമതാ ബാനർജി തിരിച്ചടിച്ചു. ഇത്തവണ ഇടതുപക്ഷവും ചെറുതായെങ്കിലും ഒരു തിരിച്ചുവരവ് ബംഗാളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും ധാരാളം തൊഴിലാളികൾ, പല മേഖലകളിലുള്ള തൊഴിലാളികൾ പശ്ചിമ ബംഗാളിലേക്ക് തിരികെ പോയിട്ടുണ്ട് വോട്ട് ചെയ്യുന്നതിന്. നമ്മൾ സ്ഥിരമായി കാണുന്ന പല മുഖങ്ങളും ഇപ്പോൾ കാണുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ തന്നെ. പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ കൂടുതൽ ഭയരഹിതവും വിശ്വാസപൂർണവുമാക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷനും ഒരുപാട് നടപടിയെടുത്തിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചകളൊക്കെ വരുമെങ്കിലും ഇലക്ഷന് മുമ്പ് ദിവസങ്ങളോളം സ്കൂട്ടർ യാത്ര പോലും നിരോധിച്ചു. ആ യാത്ര നിരോധിച്ചതിന് പ്രധാന കാരണം
നാട്ടുപ്രദേശങ്ങളിൽ ഗുണ്ടകൾ ഇറങ്ങി വോട്ട് ചെയ്യാനെത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന പതിവുണ്ട്. അതിന് തടയിടുന്നതിനാണ് കേന്ദ്രസേനയെ വിന്യസിച്ചത്. ഉദ്യോഗസ്ഥരെ വളരെ വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയുമൊക്കെ നിഷ്പക്ഷമായ വോട്ടിംഗ് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പിച്ചു. പശ്ചിമ ബംഗാളിൽ ശരിയായ ഒരു പ്രതിപക്ഷ ഐക്യം BJPക്കെതിരെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ തന്നെ പരസ്പരം പോരടിക്കുന്ന കാഴ്ച, കോൺഗ്രസും തൃണമൂലും CPM-ഉം ഒക്കെ പരസ്പരം പോരടിക്കുന്ന കാഴ്ച. എന്നാൽ തൃണമൂലിനൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ അത്ര ശക്തരല്ലതാനും. അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ വിഭജനവുമൊക്കെ മമതയെ ഒരുപാട് തളർത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.